നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കനത്ത വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന വീട്ടമ്മമാരുടെ ശക്തമായ പ്രതികരണം ആലത്തൂരിൽ ഉണ്ടാകുമെന്ന് മുൻ MLA-യും ICC അംഗവുമായ TV ചന്ദ്രമോഹൻ അഭിപ്രായപ്പെട്ടു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന കുടുംബയോഗങ്ങളുടെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. UDF മണ്ഡലം ചെയർമാൻ NK രാജു അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ആമുഖ പ്രസംഗം നടത്തി. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ, ഡോക്ടർ ദിനേശ് കർത്ത, ലിൻഡി ഷിജു, AT ജോസ്, ആന്റണി കുളമ്പത്ത്, TP സന്തോഷ്, ജോൺസൺ ജോർജ്, NR വേണുഗോപാൽ, PM ഹനിഫ, KD ആൻസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാൻ ജയിച്ചാൽ ആദ്യം ചെയ്യുക ഇതിന്റെ പേര് ഗണപതി വട്ടം എന്നാക്കുക. പക്ഷെ ആൾക്കാർക്ക് പരിഭ്രമം തോന്നിയില്ല. കാരണം അയാൾ ജയിക്കുന്ന പ്രശ്നമില്ല, ഇത് മാറ്റുന്ന പ്രശ്നമില്ല. പക്ഷെ എന്നാലും ആ പറയാനുള്ള ധൈര്യം, ഒരു സ്ഥാനാർത്ഥിക്ക് പറയാനുള്ള ധൈര്യം, അതിനെന്താ കാരണം അദ്ദേഹം പറഞ്ഞത്? ഇത് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഇട്ട പേരായിരിക്കും സുൽത്താൻ ബാറ്ററി എന്നുള്ളത്. അതുകൊണ്ട് ഇതിന്റെ പേര് മാറ്റും. ഇത് എല്ലാ സ്ഥലത്തും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇത് പറയണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു സാംസ്കാരിക സമ്മേളനം ഉണ്ടായി. ഇപ്പോൾ എല്ലാ സാംസ്കാരിക സമ്മേളനത്തിലും പ്രസംഗിക്കുന്നത് മിക്കവാറും മാർക്സിസ്റ്റുകാരായി.